ഡിയേഴ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് അമ്മൂൻ്റോടെ എൻഗേജ്മെൻറ്റ് പർച്ചേസിന് പോകുന്ന വീഡിയോ ആണ്. അപ്പോൾ ചെറിയ രീതിയിലാണ് ഒരു എൻഗേജ്മെൻറ്റ് ഫംഗ്ഷൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. കല്യാണം ഉടനെ ഉള്ളതുകൊണ്ട് തന്നെ എൻഗേജ്മെൻറ്റ് ചെറിയ രീതിയിലാണ്. അപ്പോൾ ഞാനും മാളും അമ്മും കൂട്ടിയിട്ടാണ് പോണത്. ബസ്സിലാണ് കേട്ടോ പോണത്. ഇതുപോലെ കുറച്ച് ദൂരെ പോകുമ്പോൾ ഈ ബസ്സിൽ പോകണതാണല്ലേ നല്ലത്. നല്ല സൈഡ് സീറ്റിലും കാറ്റൊക്കെ കൊണ്ട് നല്ല രസമാണ്. അപ്പോൾ ആദ്യം പോയത് പോത്തീസിലോട്ടാണ്. അവൾ ഓരോ റെഫറൻസൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നോക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ അത് ആദ്യം ചെന്ന പാടെ തന്നെ കുറേ സാരി കളക്ഷനൊക്കെയാണ്. അപ്പം ഞാൻ മിറർ കണ്ടപ്പോൾ തന്നെ അതേ വീഡിയോ എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതേ അവളെ റെഫറൻസിനനുസരിച്ചുള്ള ഏകദേശമുള്ള ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. പക്ഷേ അവൾ ഉദ്ദേശിച്ച സെയിം സാധനം കിട്ടാത്തതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഇതെടുത്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയി ഇതേ കുറച്ച് ഡ്രസ്സ് ട്രയൽ ചെയ്ത് നോക്കുന്നുണ്ട്. ഈ ഒരു ഷർട്ടും പിന്നെ ഒരു ടീഷർട്ടും. ഈ ഷർട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. പക്ഷേ എന്തോ ഒരു ഞാൻ ഉദ്ദേശിച്ച പോലെ വന്നില്ല. ഈ ടീഷർട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഞാൻ രണ്ടും അവിടെ നിന്ന് എടുത്തിട്ടില്ല. പിന്നെ അവൾ ഉദ്ദേശിച്ച സാധനം കിട്ടിയില്ലെങ്കിൽ അവൾ ഇവിടെ നിന്ന് വേറെ എന്തൊക്കെയോ വാങ്ങിയിട്ടുണ്ടേ. അത് കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ കറങ്ങിയിട്ട് അതിന് ബില്ല് ചെയ്യുന്നുണ്ട്. ഞാൻ ബില്ല് ചെയ്യണ ടൈമിൽ അപ്പുറത്തെ നാൾ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് നോക്കണുണ്ടായിരുന്നേ. ആദ്യം എനിക്ക് വീഡിയോ എടുക്കാനൊക്കെ നല്ല ചമ്മലായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ ഓക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ബില്ലൊക്കെ പേ ചെയ്തിട്ട് ഞങ്ങളിതേ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അടുത്ത് ഞങ്ങൾ പോയത് മെറ്റീരിയൽസ് മാത്രം കിട്ടുന്ന ഒരു ഷോപ്പിലേക്കാണ്. പരാഗ് എന്നാണ് ഷോപ്പിൻ്റെ പേര്. ഇവിടെ ഇപ്പോൾ പലയിടത്തും അതിൻ്റെ ബ്രാഞ്ച് വന്നിട്ടുണ്ട്. പക്ഷെ അവിടെ അടിപൊളി മെറ്റീരിയൽസ്, നമ്മൾ ഉദ്ദേശിച്ച് പോകുന്ന എല്ലാ ടൈപ്പ് മെറ്റീരിയൽസും അവിടെ ഉണ്ടായിരിക്കും. ഇവളുടെ റെഫറൻസിനനുസരിച്ചുള്ള കറക്റ്റ് മെറ്റീരിയൽ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ റെഫറൻസ് കാണിച്ചപ്പോൾ തന്നെ അയാൾ പറയാണ് മുകളിലോട്ടാണ് എന്ന്. അപ്പോൾ ഞങ്ങൾ മുകളിൽ പോയി മെറ്റീരിയലിൻ്റെ സെയിം മെറ്റീരിയൽ, പക്ഷേ നല്ല റേറ്റ് ആയതുകൊണ്ട് തന്നെ അവിടെ നിന്ന് എടുത്തിട്ടില്ല കേട്ടോ. ഇത് നോർത്ത് ഇന്ത്യൻസ് നടത്തുന്ന ഒരു ഷോപ്പാണ്. അപ്പം മൊത്തം നോർത്ത് ഇന്ത്യൻസ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നിട്ടുള്ളത്. അപ്പോൾ സെയിം അടിപൊളി മെറ്റീരിയൽ, കുറച്ച് റേറ്റ് കൂടുതലായതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഞങ്ങൾ എടുത്തിട്ടില്ല. ഈ സെയിം ബ്രാഞ്ചിൽ തന്നെ പോത്തങ്കോട് പറഞ്ഞാൽ റേറ്റ് കുറവായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ നേരെ ഓട്ടോയിൽ കയറി അടുത്ത കടയിലേക്ക് പോവുകയാണ്. അപ്പോൾ അട്ടക്കുളങ്ങരയുള്ള രാമചന്ദ്രനിലാണ് നമ്മൾ അടുത്തതായിട്ട് പോയത്. ഇത് മൊത്തം കറക്കമായിരുന്നു ഇന്നത്. നല്ല തിരക്കുണ്ടായിരുന്നു. റോഡൊക്കെ നല്ല ബ്ലോക്കായിരുന്നു. രാമചന്ദ്രനിലും നല്ല തിരക്കുണ്ട്. അപ്പോൾ ആദ്യം ഞങ്ങൾ കയറും മുമ്പ് ബാഗൊക്കെ ടൈ ചെയ്തിട്ടാണ് കയറിയത്. അവിടെ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. കാഷ്വൽസ്, ഇന്നർവെയേഴ്സിനൊക്കെ അടിപൊളി കളക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ വീട്ടിലിടുന്ന പലാസോയൊക്കെ നല്ല ബൈ വൺ ഗെറ്റ് വൺ ഓഫറിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പുറത്തിടുന്ന കുറച്ച് പാൻസൊക്കെ വാങ്ങിയിട്ട് പിന്നെ അവിടെ നേരെ ഫുഡ് കഴിക്കാനാണ് പോയിട്ടുള്ളത്. നല്ല വിശന്ന് തളർന്ന് ഒരു സ്പോട്ട് തപ്പി മുർജൽ മന്തിയിൽ വന്നെത്തിയിട്ടുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ അവിടെ നല്ല തിരക്കും സീറ്റില്ലാത്തത് കൊണ്ട് നമ്മൾ അതിൻ്റെ അപ്പുറത്തുള്ള ഒരു ചെറിയൊരു കടയിൽ കയറിയിട്ടുണ്ട്. ഞങ്ങൾക്ക് നല്ല പേടിയായിരുന്നു, എങ്ങനെ ഫുഡ് കൊളാകുമോ എന്നൊക്കെ നല്ല ടെൻഷനില്ല. അപ്പോൾ ലൈമൊക്കെ കുടിച്ചപ്പോൾ നമ്മുടെ മന്തി വന്നിട്ടുണ്ട്. ഷവായ മന്തിയായിരുന്നേ. അടിപൊളി മന്തി എന്ന് വെച്ചാൽ എനിക്ക് വിശന്നിരുന്നോണ്ടാണോ എന്നറിയില്ല, ഞാൻ നല്ലതുപോലെ കഴിച്ച് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി നേരെ ഈസ്റ്റ് ഫോർട്ടുള്ള രാമചന്ദ്രനിലാണ് പോയത്, പഴവങ്ങാടിക്കടുത്തുള്ള. അപ്പോൾ പോണ വഴിക്ക് ഇവിടെ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ കുളം കണ്ടപ്പോൾ ഞാൻ അവിടെ കുറച്ച് നേരം അതൊക്കെ നോക്കി നിന്നേ. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് അടുത്തൊരു അമ്മച്ചി കുറച്ച് പൊരിയൊക്കെ വെച്ചിട്ടിരിപ്പുണ്ടേ. അപ്പോൾ ആൾക്കാർ അത് വന്ന് വാങ്ങിയിട്ട് ഈ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ എനിക്ക് ആദ്യം അത് കണ്ടിട്ട് മനസ്സിലായത് എന്താണ് സംഭവം എന്ന്. അപ്പോൾ ഞാൻ കുറേ നേരം ഇങ്ങനെ നോക്കിക്കൊണ്ട് നിന്നപ്പോഴാണ് മനസ്സിലായത് അത് ഒരു കുറച്ച് പൊരി എന്ന് പറയുന്നത് മീനിനുള്ള ഫുഡാണ്. അപ്പോൾ എന്തോ നേർച്ചയൊക്കെ പോലെ ആൾക്കാർ ഇത് വാങ്ങിച്ച് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഒരുപാട് മീനുകൾ വന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. അതിപ്പോൾ ഞാൻ കണ്ടു അതിനകത്ത് നല്ല വലിയ മീനുകളൊക്കെ ഉണ്ടായിരുന്നു. പുറത്തൊന്നും ഇവിടെ മീൻ പിടിക്കാനോ അങ്ങനെ ഒന്നും പറ്റാത്തത് കൊണ്ട് തന്നെ മീനുകളൊക്കെ നല്ല വലുതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറേ നേരം അതൊക്കെ നോക്കി. നല്ല കാറ്റും തണുപ്പൊക്കെ ആയിരുന്നേ അവിടെ നിൽക്കാനായിട്ട്. എന്നിട്ട് ഞങ്ങൾ പോയത് ചെരുപ്പിൻ്റെ സെക്ഷനിലേക്കായിരുന്നു. ഒരുപാട് കളക്ഷൻസുള്ള ചെരുപ്പൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ മാളും അവിടെ നിന്ന് ഒരു ചെരുപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പോകുമ്പോഴത്തേക്ക് ഇതുപോലെ വാച്ച്, അങ്ങനെ ഒരുപാട് കടകളുണ്ടായിരുന്നേ. ചെറിയ ചെറിയ ഫാൻസി അങ്ങനെ ഒരുപാട് അങ്ങനെ വാച്ച് കടയിൽ കയറിയിട്ടേ കുറച്ച് വാച്ചൊക്കെ നോക്കണുണ്ടായിരുന്നു. അപ്പോൾ അമ്മ ഇവിടെ നിന്നൊരു വാച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇതെല്ലാം ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ തന്നെ കുറച്ച് സൺഗ്ലാസ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. എന്നിട്ട് ഞങ്ങൾ പോയത് ഒരു കമ്മലിൻ്റെ കളക്ഷൻസ് ഉള്ളതാണ്. പഴവങ്ങാടിക്കടുത്താണ്. അടിപൊളി കളക്ഷൻസാണ് കമ്മലിൻ്റെ. 100 രൂപയ്ക്കും 40 രൂപയ്ക്കുമാണ് അവിടെ കമ്മൽസ് ഉള്ളത്. വലിയ കമ്മലെല്ലാം 100 രൂപയും ഒരു മീഡിയം സൈസിലുള്ളതെല്ലാം 40 രൂപയാണ്. ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അവിടെ എപ്പോൾ പോയാലും നല്ല തിരക്കാണ്. ഞങ്ങൾ എപ്പോൾ പോയാലും അവിടെ കയറാറുണ്ട് കേട്ടോ. കറക്റ്റ് നമ്മൾ ഉദ്ദേശിച്ച് പോകുന്ന ഡ്രസ്സിനനുസരിച്ചുള്ള കളറിലുള്ള കമ്മലൊക്കെ അവിടെ കിട്ടുന്നുണ്ട്. അടിപൊളി ടെമ്പിൾ ലുക്കിൽ വരുന്നതും അല്ലാണ്ട് വരുന്നതും ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് കമ്മലൊക്കെ എടുത്തിട്ട് പിന്നെ നേരെ പോയത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ നേരെ ഫ്രണ്ടിലായിട്ടുള്ള ഒരു അമ്മച്ചിയുടെ കുപ്പിവെള്ളമുള്ള കടയിലേക്കാണ് പോയത്. ഒരു ചെറിയ കടയാണ്. അവിടെ
എപ്പോഴും നല്ല തിരക്കാണ്. ഒരുപാട് വെറൈറ്റി കുപ്പിവളകളുണ്ട്. നമ്മൾ പണ്ട് കണ്ടിട്ടുള്ള അല്ലാണ്ട് കുപ്പിവളയിൽ തന്നെ ഒരുപാട് ഡിസൈൻസൊക്കെ വരുന്ന അടിപൊളി കുപ്പികളുണ്ട്. ആ അമ്മ തന്നെ നമുക്ക് ഇതെല്ലാം ഓർഗനൈസ് ചെയ്ത് തരും കേട്ടോ. നമ്മൾ പറയണ കളറിലും ഡിസൈനൊക്കെ ഉള്ളത് തരും. അപ്പോൾ അവിടെ നിന്ന് കുപ്പിവളയും വാങ്ങിയിട്ട് ഞാൻ ദേ റോഡിലിരിപ്പായി അമ്മൂനെ വെയിറ്റ് ചെയ്തു. അവൾ കടകൾ കയറി ഇറങ്ങി നിർത്തുന്നില്ല. പിന്നെ ലാസ്റ്റ് ദേ നമ്മൾ ബസ് സ്റ്റോപ്പിൽ വന്നിട്ടുണ്ട് പോകാനായിട്ട്. ഇനിയും ലേറ്റായാൽ വീട്ടിൽ കയറ്റില്ല എന്ന് ഉറപ്പായതുകൊണ്ട് തന്നെ ഞങ്ങൾ ദേ അവിടെ ഇരിപ്പായി. അപ്പോൾ ദേ കുറച്ച് നേരം അവിടെ ഇരുന്നപ്പോൾ തന്നെ ബസ് വന്നിട്ടുണ്ട്. നമ്മൾ രാവിലെ വന്ന സെയിം ബസ് തന്നെയാണ് കേട്ടോ ഞങ്ങൾക്ക് കിട്ടിയത്. ആ ബസ്സിൽ കയറിയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ഞാൻ നല്ല ഉറക്കമായിരുന്നു. നല്ലതുപോലെ നല്ല ക്ഷീണമുള്ളത് കൊണ്ട് തന്നെ നല്ലതുപോലെ കിടന്നുറങ്ങി. പിന്നെ പോത്തങ്കോടെത്തി ദേ ഈ ഒരു ടെമ്പോയിൽ കയറി വീട്ടിൽ പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ടാണ് വീഡിയോ ആണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, ബൈ ഡിയേഴ്സ്.